നമസ്കാരം. ഒരിക്കൽ കൂടി ഇന്ന് മലയാളം വെബിനാറിന്റെ 1754 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. 2014 ഐക്യരാഷ്ട്ര സഭയുടെ സമ്മേളനത്തിൽ ഉണ്ടായ പ്രഖ്യാപനത്തെ തുടർന്ന് അന്ന് മുതൽ നമ്മൾ ജൂൺ 21 യോഗാ ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ന് നമ്മുടെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമാണ് മലയാളം സെഷനിൽ നടക്കുന്നത്. ഇന്നത്തെ ഈ യോഗാ ദിനത്തിൽ നമുക്ക് വളരെ വിശേഷപ്പെട്ട അതിഥികളാണ് നമ്മോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത്. യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്, നമ്മൾ കൂടുതൽ പേരും ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സും ശരീരവും ശ്വസനക്രിയകളും ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ചില ക്രിയകളാണ് യോഗയിൽ നടക്കുന്നത്. നമുക്കതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇനി നമ്മുടെ അതിഥികളിൽ നിന്നും മനസ്സിലാക്കാം. ഇന്നത്തെ യോഗാ ദിനം ഒരു നിമിഷം മൗന പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. നന്ദി. ഇന്നത്തെ പ്രത്യേക പ്രോഗ്രാമിന് ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി IFPHന്റെ ആദരണീയായ ജോയിന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ യോഗ ഇൻസ്ട്രക്ടർ കൂടിയായ ശ്രീമതി ജിതി മനോജിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടങ്ങാം. സ്വാഗതം. ഓക്കെ മാഡം, താങ്ക് യു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് യോഗ ടീച്ചർമാരെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ദിവസമാണ്. എല്ലാവരും ബിസിയാണ്. അപ്പം ഇന്ന് നമ്മള് ഇവിടെ നമ്മളെല്ലാവരും ഹോമിയോപ്പതിയില് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹോമിയോപ്പതി മരുന്ന് നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത്, അവരുടെ മനസ്സും ശരീരവും അവരുടെ പ്രശ്നങ്ങളും അറിഞ്ഞാണ് നമ്മൾ മരുന്ന് നൽകുന്നത്, അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഇതാണ് യോഗ. യോഗയും ഹോമിയോപ്പതിയും കൂടെ ചേർന്നിട്ട് നമുക്ക് നല്ല റിസൾട്ട് എത്രയും പെട്ടെന്ന് രോഗികൾക്ക് കൊടുക്കാനും പറ്റും. അത് നമ്മൾ പരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഡോക്ടർ ബിന്ദ്ര ഡോക്ടറുടെ ക്ലിനിക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് യോഗ ഡേ ആയിട്ട് നമ്മൾ 108 സൂര്യ നമസ്കാരം ചലഞ്ച് ഒക്കെ ചെയ്ത് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഇന്ന് ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ മാഡം വന്നിട്ടുണ്ട്, അവരെല്ലാരും സംസാരിക്കും. നമുക്കിന്ന് വളരെ വിശേഷപ്പെട്ട ദിവസം, നമുക്ക് അതേപോലെ വിശേഷപ്പെട്ട ഗസ്റ്റുകളെയുമായിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ സജീദ്, അഡീഷണൽ ഡയറക്ടർ റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. അദ്ദേഹത്തിനെ IFPHന്റെ ഇന്നത്തെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം പറയാനായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ സാന്ദ്ര നായർ, യോഗ ഇൻസ്ട്രക്ടറാണ്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ചടയമംഗലം. അപ്പൊ ഇന്നത്തെ വിഷയം മാം ഇത് ചെയ്യുന്നത് ആരോഗ്യ പരിപാലനത്തിൽ യോഗയുടെ പങ്ക്. വളരെ നല്ലൊരു സബ്ജക്റ്റ് ആണ്. അപ്പം മാഡത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സ്വന്തം മോഡറേറ്റർ ശൈല മാഡം, നമ്മുടെ മനോജ് ഡോക്ടറിന് പനിയായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ മറിയാമ്മ മാം പിന്നെ നന്ദി പറയാനായിട്ടുള്ള നമ്മുടെ മറിയാമ്മ മാം, പിന്നെ ബാക്കി എല്ലാ IFPHന്റെ, അതായത് ഓരോ ദിവസവും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി ലവേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. ഇനി ബാക്കി നമുക്ക് ശൈല മാഡത്തിൽ നിന്നും വരുന്നിന്നും പങ്കെടുക്കും. സന്തോഷം ജിതി. അടുത്തത് ജിതി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനായി എത്തുന്നത് ഡോക്ടർ സജീദ് സാറാണ്. അദ്ദേഹം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ അഡീഷണൽ ഡയറക്ടറാണ്. നമുക്കറിയാം, അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിക്ക് വളരെ തിരക്കുകളുള്ള ആളാണ്. ആ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച സാറിനെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സാറേ തുടങ്ങാം. നമസ്കാരം മാഡം, കേൾക്കാമോ? കേൾക്കാം.
കേൾക്കാം സാറേ, കാണാം. ഓ നമസ്കാരം. തിരക്കൊന്നുമില്ല. ശനിയാഴ്ച ദിവസം വൈകുന്നേരം മനസ്സമാധാനമായിട്ട് യോഗ മാതിരി സ്വസ്ഥമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്ന് പറയാൻ യോഗ ദിനത്തിന് പ്രത്യേകിച്ച് എപ്പോഴും ഒരു ഗുരു കാണും എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസത്ത് നമ്മൾ ഡോക്ടർ സാന്ദ്ര നായരുടെ പേര് കണ്ട് ഞാനും കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഡോക്ടർ മനോജ് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ടീച്ചർ എന്നാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിച്ചിട്ടുള്ളത് ബസ്സിലെ ഡ്രൈവർ ആവണം, അത് കഴിഞ്ഞ് പോലീസ് ആവണം. പക്ഷെ എന്റെ മനസ്സിനകത്ത് അന്ന് ടീച്ചർ ആവണം എന്നുള്ളതാണ്. പക്ഷെ ടീച്ചർ ആകാൻ വേണ്ടി അവസരം നോക്കുമ്പോൾ ഡോക്ടറായി. പിന്നെയാണ് മനസ്സിലായത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന് ഡോക്ടർ സാന്ദ്രാനായരുടെ ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഇനി ഞാനും ആഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ മനസ്സും ശരീരവും നമ്മുടെ പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ പച്ച മാത്രമാണ് നമ്മൾ പ്രകൃതിയായിട്ട് കാണുന്നത്. നമ്മൾ കാണേണ്ടത് ഈ കോസ്മിക് മൊത്തം ലോകത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മനസ്സും ശരീരവും ഈ ലോകവും പ്രപഞ്ചവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് നമ്മൾ എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരുപാട് കോൺഫറൻസും മീറ്റിങ്ങും എല്ലാം പോകാറുണ്ട്. ഇപ്പൊ യോഗയുടെ മീറ്റിങ്ങിന് പോകാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മീറ്റിങ്ങുകളെല്ലാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എല്ലാം. അപ്പൊ അവിടെ എല്ലാം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മനസ്സ്, ആ മനസ്സ് എങ്ങനെ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കും, അതിന് ഈ പ്രപഞ്ചത്തില് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളെ ഇങ്ങോട്ട് സ്വാധീനിക്കുന്നത്, അതിനുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒറ്റ സ്റ്റോറി മാത്രമേ എൻ്റെ ക്ലിനിക്കൽ ലൈഫിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ. അത് ഈ ഡോക്ടർ മനോജിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 7 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 7 മിനിറ്റ് തന്നെ നിർത്തും, അല്ലെങ്കിൽ 5 മിനിറ്റ് നിർത്തും. എന്ന് പറഞ്ഞാല് ഒരമ്മ 40ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. എന്നിട്ട് അമ്മ തിരിച്ച് മരണത്തിന്റെ ഒരു കാരണത്തിലെത്തി മരിക്കാൻ വേണ്ടി കാത്തു കിടക്കുന്നു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അമ്മയുടെ മനസ്സിനകത്ത് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ശരീരത്തിനും ആ മനസ്സിനും ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആ കുഞ്ഞിനെ ഒന്ന് കാണണം. അപ്പോൾ കാത്തു കിടക്കണം. അപ്പോൾ എനിക്കറിയാം, ഞാൻ കൂടെ ഉണ്ട്. ഈ അമ്മയ്ക്ക് എപ്പോൾ വേണോ ഇവിടെ നിന്ന് വിട്ടുപോവാം, നമ്മളിന്ന് ഇവിടുന്ന് വിട്ടുപോകും. പക്ഷെ ഈ കുഞ്ഞ് ജനിച്ചിട്ട് അധികം ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴാണ് ഈ അമ്മയുടെ ഈ സ്ഥിതി ഉള്ളത്. ഈ കുഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അമ്മയുടെ കണ്ണ് അടഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാല് ആ കുഞ്ഞ് അവിടെ എത്തുന്നത് കുറച്ച് താമസിച്ചാണെങ്കിൽ ആ അമ്മ കുറച്ചു നേരം കൂടി ജീവിക്കും. ഇത് മനസ്സിലാക്കാനുള്ള ശാസ്ത്രബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ആർക്കും മനസ്സിലാവില്ല. നമ്മള് പരിശോധന മറ്റേ MRIയോ CTയോ ഇപ്പൊ ഏറ്റവും ആധുനികമായിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം നടത്തി നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ആ അമ്മയുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കുന്ന എന്തെല്ലാമാണ്, എത്രയെല്ലാം മറ്റേ മാഗ്നറ്റിക് വേവ് ആവട്ടെ, ഇലക്ട്രിക് വേവ് ആവട്ടെ, എന്തെല്ലാം ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ആൾക്കാരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആ കുഞ്ഞിനെ അവിടെ എത്തിക്കുന്നതിനകത്ത് ഒരു 5 മിനിറ്റ് താമസിച്ചാൽ അമ്മ 5 മിനിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അത് കണ്ടതിന് ശേഷം മാത്രമേ അമ്മ അവിടുന്ന് പറയുള്ളൂ, ഞാൻ ഇവിടുന്ന് പോയാണെന്ന് പറയുള്ളൂ. അപ്പൊ അതാണ് മനസ്സും ശരീരവും ഈ നമ്മുടെ സാഹചര്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇത് മനസ്സിന്റെ ഏകാഗ്രതയാണ് കാണിക്കുന്നത്. ഇതിപ്പം അടുത്ത ലെവലിൽ ഞാൻ പറയാം. നമ്മൾ കാണുന്ന നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ കാണുന്ന നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇനി കാണുന്ന എന്നിട്ട് നമ്മൾ പറയുന്നത് ഇത് സത്യമല്ല, ഞാനിത് കടമെടുത്തതെന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ പൂന്താനം നമ്പൂതിരി കൃതി ജ്ഞാനപ്പാനയിൽ നിന്ന് എടുത്തതാണ്. കാര്യം നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കുന്നു, കണ്ടിട്ട് മനസ്സിലാക്കുന്നില്ല, കണ്ടിട്ട് ഇത് സത്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെയുള്ള മനസ്സ് വെച്ചിട്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് വളരെയധികം സ്വാധീനം തരുന്ന ഓരോ കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മനസ്സും ശരീരവും നമ്മുടെ പ്രപഞ്ചവും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം. അവിടെ എത്രത്തോളം പൊരുത്തത്തോടു കൂടി നമ്മൾ ജീവിക്കുവോ, എത്രയും നല്ല രീതിയിൽ സൗഹൃദത്തോടുകൂടി ജീവിക്കുവോ, അവിടെ നമ്മൾക്ക് മനസ്സമാധാനം കിട്ടും. നമ്മൾക്ക് ആയുസ് മനസ്സമാധാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അടുത്ത സയൻസ്, നമ്മുടെ ശാസ്ത്രം പറയുന്നത്
ഞാൻ ഇപ്പൊ മാഡത്തിനെ കാണുന്നു. മാഡത്തിനെ കാണുന്നത് കേൾക്കുന്നതിന്റെ അൾട്രാസൗണ്ടും ഇൻഫ്രാസൗണ്ടും ഒക്കെ ഉണ്ട്. എത്ര ചെറിയൊരു സ്പെക്ട്രത്തിലാണ് നമ്മളിത് കാണുന്നത്. ഈ പ്രപഞ്ചത്തെ കാണുന്നത് എത്ര ഒരു ചെറിയൊരു നാരോ സ്പെക്ട്രത്തിലാണ് ഞാൻ കേൾക്കുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ പെർസെപ്ഷൻ, നമ്മൾ ഈ ഭൂമിയെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ചെറിയ ഒരു വാതിലോ ജനലിലോ കൂടിയാണ്. വളരെ ചെറിയൊരു സ്പെക്ട്രം മാത്രമാണ് നമ്മൾ കാണാനും കേൾക്കാനും തന്നിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പം ഒരു അസുഖം വന്നു, ഞാനിപ്പോൾ ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഡോക്ടർമാർ തന്നെയാണ്. TNM, ട്യൂമർ, നോഡ്, മെറ്റാസ്റ്റസിസ് എന്ന് പറയുന്നത്. അത് വെച്ച് മാത്രം ചികിത്സിച്ചാൽ എന്നത് വരെ ആരും ഒരു ഡോക്ടറായിട്ടില്ല. ഇപ്പം നമ്മളെല്ലാവരുടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ TNM-നപ്പുറത്ത് ഈ ഇംഗ്ലീഷിലാവട്ടെ മലയാളത്തിലാവട്ടെ എത്ര അക്ഷരങ്ങൾ എഴുതിയാൽ, എത്ര വാക്കുകൾ എഴുതിയാൽ പോലും പൂരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വേരിയബിൾസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ കുറിച്ചെല്ലാം പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ ഒരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഫലിക്കാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ അത്ര അത് കോംപ്രിഹെൻസീവ് ആയിട്ട് വേണം നമ്മളൊരാളിനെ കാണാൻ വേണ്ടിയുള്ള. ജസ്റ്റ് 1 or 2 വാക്ക് പഠിച്ചിട്ട് ഒരാളിനെ ചികിത്സിക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ അവിടെയാണ് ഈ മൈൻഡും ബോഡിയും എൻവയൺമെന്റും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. അത് കൂടുതൽ പഠിക്കുന്തോറും കൂടുതൽ നമ്മളെ പഠിപ്പിക്കാനും കൂടുതൽ നമ്മൾ പഠിക്കാനും ഉള്ള ശ്രമം നമ്മുടെ മനസ്സിനകത്ത് വരികയും ചെയ്യും. ഇപ്പൊ ഇന്ന് യോഗാദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ മനസ്സും ഈ ശരീരവും നമ്മുടെ എൻവയൺമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ജസ്റ്റ് നമ്മൾ ഈ കാണുന്ന ചുറ്റുവട്ടത്തുള്ള എൻവയൺമെന്റ് മാത്രമല്ല, നമ്മുടെ പ്രപഞ്ചം മുഴുവൻ നമ്മളെ ചിന്തയിൽ വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയും എല്ലാം വ്യത്യസ്തമായിട്ട് വരും. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾക്ക് പ്രകൃതിയായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അധികം അസുഖങ്ങളൊന്നും വരാൻ പാടില്ല. കാര്യം മനസ്സമാനം ഉണ്ടെങ്കിൽ ആർക്കും ഒരു അസുഖം വരാൻ പോണില്ല. അതില്ലാത്തടത്തോളം കാലം എല്ലാ അസുഖവും വരികയും ചെയ്യും. അതിന് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പോരാടിക്കൊണ്ടേയിരിക്കും. അത്രത്തോളം സമയം ഫൈറ്റ് ചെയ്തും മനസ്സമാനം പോയിക്കൊണ്ടേയിരിക്കും. അതൊരു സർക്കിൾ പോലെയാണ്, ഒരു വിഷ്വൽ സർക്കിൾ പോലെയാണ്. അപ്പൊ ഇന്നത്തെ യോഗാ ദിനത്തിന് പിന്നെയും ഞാൻ ഒരിക്കൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സമയം ഡോക്ടർ മനോജ് പറഞ്ഞ എനിക്ക് ഇപ്പൊ 6 മിനിറ്റായി. ഞാൻ അത്ര കുഴപ്പമില്ല സാർ, 1 മിനിറ്റോ 1 മിനിറ്റ് ആണ്. 1 മിനിറ്റോ 2 മിനിറ്റോ അധികമായാലും പ്രശ്നമൊന്നുമില്ല സാറ്. ഇല്ല, ഞാൻ ഇപ്പൊ തുടങ്ങിയെടുത്ത് പിന്നെ നിർത്താം. അതായത് യോഗാ ദിനത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനകത്തുള്ളത് എന്ന് പറഞ്ഞാല് നല്ല മനസ്സമാനത്തോടി എത്തിക്കഴിഞ്ഞാല് ഈ മൈൻഡും ബോഡിയും എൻവയൺമെന്റും എത്തിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സമാനത്തോടുകൂടി ആയുസ്സോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപാട് മരുന്നുകൾ കുറയ്ക്കാൻ പറ്റും. ഇപ്പം ഏറ്റവും അവസാനത്തെ ഡേറ്റ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ 3% ഉള്ളെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ 10% മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ. അതാണ് ഫാക്ട്. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ യോഗ പോലുള്ള കാര്യങ്ങൾ വന്നിട്ട് പ്രൈമറി പ്രിവെൻഷൻ അസുഖങ്ങളൊന്നും വരാത്ത സാഹചര്യം നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വരം. ഈ ദിവസം നമുക്ക് അതിനു വേണ്ടി പ്രതിജ്ഞ എടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനും ഈ ടോക്ക് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഡോക്ടർ സാന്ദ്ര നേരം ടോക്ക് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഉദ്ഘാടനം ഓക്കെ, ശരി, നിർവഹിച്ചിട്ട് കേട്ടു. ശരി. ഓക്കെ സജീവ് സാറേ, വളരെ സന്തോഷം നമ്മളോടൊപ്പം പങ്കുചേർന്നതിൽ. കൂടാതെ സാറ് പറഞ്ഞ പോലെ മനസമാധാനം ഉണ്ടെങ്കിൽ പകുതി അസുഖങ്ങളെ വരാത്ത അവസ്ഥ ഉണ്ടാവും. പക്ഷെ ഇന്ന് ആർക്കും ഇല്ലാത്തത് മനസമാധാനം. കൂടുതൽ പേർക്കും മനസമാധാനം ഇല്ല. അത് നീ യോഗ പരിശീലനത്തിൽ കൂടിയും യോഗയിൽ കൂടിയെങ്കിലും അല്ലെങ്കിൽ അത് ഉണ്ടാകട്ടെ. അതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുക. സാറും പറഞ്ഞത് അതാണ്. നമുക്ക് അങ്ങനെ എല്ലാവരും ശ്രമിച്ച് മനസമാധാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അടുത്തതായി നമുക്ക് ആരോഗ്യ മേഖലയിൽ യോഗയ്ക്കുള്ള പ്രസക്തി എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ സാന്ദ്ര നായരെ ക്ഷണിക്കുകയാണ്. ഓക്കെ, എത്തിയിട്ടുണ്ട്. ഡോക്ടർ സാന്ദ്ര
ആയുഷ് വെൽനസ് ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചടയമംഗലത്തെ യോഗ ഇൻസ്ട്രക്ടർ കൂടിയാണ്. നമ്മോടൊപ്പം പങ്കുചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഡോക്ടർക്ക് മുഖ്യ പ്രഭാഷണം ആരംഭിക്കും. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എല്ലാവർക്കും യോഗാ ദിനാശംസകൾ നേരുന്നു. ഞാൻ ഡോക്ടർ സാന്ദ്ര, നാച്ചുറോപ്പതി ഫിസിഷ്യൻ ആണ്. അപ്പോൾ ചടയമംഗലം ഹോമിയോ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടറാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നെർവസ് ആണ്. കാരണം ഇത്രയും ഡോക്ടേഴ്സിന്റെ മുമ്പിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സാറ് പറയുന്നതിൽ വെയിറ്റിംഗ് ആണ് കേൾക്കാനെന്ന് പറയുമ്പോൾ കേട്ടപ്പോൾ തന്നെ ഒരു അയ്യോ ഞാൻ പറയുന്നതൊക്കെ എന്താണല്ലേ. ഓക്കെ, മനോജ് സാറ്, ആദ്യം തന്നെ മനോജ് സാറിന് ഒരു താങ്ക്സ് പറയുന്നു. സാറാണ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. അപ്പം ഞാൻ അവിടെ ഞാൻ ആദ്യമായി വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് ഗവൺമെന്റിൽ ഞാൻ അവിടെയാണ് ചേർന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം സാറായിരുന്നു മെഡിക്കൽ ഓഫീസർ. അപ്പോൾ ഹോമിയോപ്പതിയെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സാറ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഹോമിയോ മെഡിസിൻ കാര്യങ്ങളെക്കുറിച്ച് കുറേ പറഞ്ഞു. എൻ്റെ ഒരു ടീച്ചർ പോലെയാണ് സാർ. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയാ, യോഗയും ഈ മുന്നേ പറഞ്ഞതുപോലെ യോഗയ്ക്കും ഹോമിയോ മെഡിസിനും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് തോന്നിയിരുന്നു. അപ്പം സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അപ്പം അത് വെച്ച് യോഗയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പം നമുക്കത് രണ്ടും ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പോൾ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോൾ 11th യോഗ ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് മോസ്റ്റ്ലി എല്ലായിടത്തും നല്ല രീതിയിലുള്ള സെലിബ്രേഷൻസ് ആണ് നടക്കുന്നത്. ഡിസ്പെൻസറി വൈസ് ആയാലും ഇപ്പോൾ യോഗ ക്ലബ്ബുകൾ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മാസ്സായിട്ട് യോഗ ഡെമോൺസ്ട്രേഷൻസ് നടക്കുന്നുണ്ട്, ഫ്ലാഷ് മോബ്സ്, അങ്ങനെ എല്ലാം. അപ്പം യോഗയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരെയും അറിയിക്കുക, അല്ലെങ്കിൽ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നതാണ് മെയിനായിട്ട് ഉള്ളൊരു ഉദ്ദേശം. അപ്പോൾ നമ്മുടെ തീം എന്ന് പറയുന്നത് യോഗ ഡേ തീം യോഗ ഫോർ 1 earth 1 health ആണ്. അത് സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാന്ന് വെച്ചാൽ, അപ്പം നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ യോഗ. യോഗയിലൂടെ ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഹെൽത്ത് വൈസ്, ഫിസിക്കലി, മെന്റലി കുറെ ആസ്പെക്റ്റ് ഉണ്ട്. യോഗ എഫക്റ്റ് ചെയ്യുന്ന ആസ്പെക്ട് ഫിസിക്കൽ മാത്രമല്ല, മെന്റലി, ഇമോഷണലും ഒരു വെൽബീയിങ് ആണ്, സൈക്കിക്, സ്പിരിച്വൽ, അല്ല ഈ ആസ്പെക്റ്റിലൊക്കെ നമുക്ക് ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ആ ഒരാളിൽ നിന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് യോഗയിലൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കൂടെ ഉള്ളവർക്ക് അതെങ്ങനെ ഹെൽപ്ഫുൾ ആകുന്നു, അതുവഴി നമ്മൾ എങ്ങനെ നമ്മുടെ ഒരു ഹോംലാൻഡ്, നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റ് ആണ്. പ്ലാനറ്റിനെ നമ്മൾ എങ്ങനെ ആ ഹെൽത്തി പ്ലാനറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു, ഇത്രയും എന്ന് വെച്ചാൽ യോഗയിലൂടെ എങ്ങനെ, ഇതാണ് ഒരു തീം വൈസ് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ വെൽനെസ് വരുന്നതിലൂടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രിവെൻഷൻ ആണ്, നമുക്ക് ഡിസീസ് പ്രിവെൻഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിലൂടെയും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതിലൂടെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നും നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു നല്ലൊരു എർത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിനെ സംരക്ഷിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി, മൈൻഡ്, എർത്തുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ കണക്ഷനെ മനസ്സിലാക്കി നമുക്ക് സഹജീവികളോടും ഉള്ളൊരു സ്നേഹം കൊണ്ടുവരാനും അതാണ് ആ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം യോഗ പ്രത്യേകം നമുക്ക് ടോപ്പിക്കിലോട്ട് വരുമ്പോൾ, ഓക്കെ, യോഗ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. റൈറ്റ് ലീവിങ്ങിന്റെ ഒരു സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിഫറെന്റ് ആസ്പെക്ട്സിൽ യോഗ വർക്ക് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ, മെന്റൽ, വൈറ്റൽ, സ്പിരിച്വൽ, സൈക്കിക്, ഇതെല്ലാ ആസ്പെക്റ്റിലൂടെയും യോഗ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ യോഗ എന്നൊരു വേർഡ് വന്നത് യുജ് എന്ന ഒരു
സാൻസ്ക്രിറ്റ് വേർഡ് മീൻസ് സിമ്പിൾ ആയിട്ട് പറയാം ടു ജോയിൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സും നമ്മുടെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് ഒരു ജോയിനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു പ്രാക്ടിക്കൽ ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമ്മൾ ആസനാസ് തുടങ്ങുന്നതിന് മുന്നേ ലൂസനിങ് എക്സസൈസുകൾ, ആസനാസ്, പിന്നെ പ്രാണായാമാസ്, ബ്രീത്തിങ് ടെക്നിക്, മുദ്രാസ്, ബന്ധാസ്, ക്രിയാസ് ഉണ്ട്, ഇന്റേണൽ ക്ലെൻസിങ് ടെക്നിക്, അതുപോലെ മെഡിറ്റേഷൻ, അങ്ങനെ കുറെ ഹയർ പ്രാക്ടീസസ് അങ്ങനെ പോകുന്നു. അപ്പോൾ അതിനെല്ലാം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം യോഗ സ്റ്റുഡന്റ് ഈ പറയുന്ന പോലെ ഇതെല്ലാത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു ബോഡി മൈൻഡ് പ്രിപ്പറേഷൻ, അങ്ങനെയാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളിലൂടെയും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബാലൻസിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ബാലൻസ്, ഈ പറയുന്ന ബോഡി മൈൻഡ് ഇമോഷൻസിന്റെ ഒരു ബാലൻസ് അവിടെ ഉണ്ടാകുകയാണ് യോഗയിലൂടെ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ത്രൂ ഈ പ്രാക്ടീസസിലൂടെയാണ്. ഈ പറയുന്ന ആസനാസ്, പ്രാണായാമാസ്, മുദ്രാസ്, ബന്ധാസ്, അപ്പൊ അങ്ങനെയുള്ള ഹയർ പ്രാക്ടീസസ് അങ്ങനെ നമ്മൾ പേഷ്യന്റ് ലെവലിൽ അങ്ങനെ കൊടുക്കാറില്ല. എന്നിരുന്നാൽ പോലും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് യോഗ. ഓക്കെ, നമുക്കൊരു ഇംബാലൻസ്, സിംപ്ലി പറയുമ്പോൾ ഇംബാലൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു അസുഖങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം ഇംബാലൻസ് വരുന്നത് നമ്മുടെ ഓർഗൻസ്, മസിൽസ്, നെർവ്സ് ഒക്കെ നമുക്കൊരു ബാലൻസിൽ വർക്ക് ചെയ്യില്ല. നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഇംബാലൻസ് കാരണമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ യോഗയിലൂടെ നമുക്ക് ഒരു ബാലൻസ്, എൻഡോക്രൈൻ സിസ്റ്റമായാലും നെർവ് സിസ്റ്റത്തിനും ഒരു ബാലൻസ് കൊണ്ടുവരികയും അതിലൂടെ മറ്റുള്ള സിസ്റ്റങ്ങളിലെ ബാലൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, പലതരം ബോഡി ഫങ്ഷൻസിന് ഒരു പെർഫെക്റ്റ് കോർഡിനേഷനിൽ കൊണ്ടുവന്ന് നമുക്കൊരു ഹോൾ ബോഡി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് യോഗ. യോഗ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ യോഗയിലൂടെ ചെറിയ നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവുകയാണ്, അവയർനെസ് ഉണ്ടാവുകയാണ്. ഈ പറയുന്ന പ്രാക്ടീസുകളിലൂടെ കടന്നു പോകുന്ന ആള് അവനവനെ അറിയുക എന്നതാണ്. ആ ഒരു അവയർനെസ് കോൺഷ്യസ്നെസ് ഉണ്ടാകുമ്പോൾ ഒരു സട്ടിൽ ഏരിയാസ് നമ്മുടെ ബോഡിയിലും മൈൻഡിലൊക്കെ ഉള്ള കുറച്ച് സട്ടിൽ ഏരിയാസ് ഉണ്ട്, നമ്മളത് അറിയുന്നില്ല. ആ ഒരു ഏരിയാസിന്റെ ഒരു അവേക്കനിങ് ആണ് സംഭവിക്കുന്നത്. പറയുമല്ലോ, ഡോമന്റ് ആയിട്ട് കിടക്കുന്ന എനർജി, നമ്മുടെ വൈറ്റൽ എനർജി എന്നൊക്കെ പറയും. അപ്പം അതിനെ നമുക്ക് എവേക്കൻ ചെയ്യും എന്നാണ് പറയുന്നത്. യോഗയിലൂടെ നമുക്ക് കുറച്ച് എന്നുവെച്ചാല് നമ്മൾ ഒരു ലേമൻ, സാധാരണ ഒരാൾ പറയും യോഗ ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നു, നല്ല ഉന്മേഷമാണ്. ഓക്കെ, അപ്പൊ അതിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡോമന്റ് ആയിട്ട് കിടന്നിരുന്ന ആ ഒരു എനർജി എവേക്കനിങ് ചെയ്തതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സട്ടിൽ ഏരിയാസ് ഓഫ് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് നമുക്ക്. ആ എക്സിസ്റ്റൻസിനെല്ലാം നമുക്ക് എറൗസ് അല്ലെങ്കിൽ എവേക്കൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു 8-fold പാത്ത് നമ്മളിവിടെ യോഗയ്ക്ക് പറയുന്നത്. 8-fold പാത്ത് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ യമാസ് ആണ്. യമാസ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൽഫ് റെസ്ട്രെയിൻസ് ആണ്. കുറച്ച് യമാസ് ഉണ്ട്. നിയമാസ് എന്ന് പറയുന്നത് കുറച്ച് റൂൾസ് ആണ്. എന്നുവെച്ചാൽ യോഗ സ്റ്റുഡൻറ് അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ കടന്നു പോകേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ആസന എന്ന് വെച്ചാൽ നമ്മുടെ പോസ്ചറാണ് ആസന. പ്രാണായാമ ബ്രീത്തിങ് ടെക്നിക്സ് ആണ് പ്രാണായാമ. അതുപോലെ പ്രത്യാഹാര എന്ന് പറയും. പ്രത്യാഹാര നമ്മുടെ കോൺസെൻട്രേഷൻ, വിഡ്രോവൽ, നമ്മുടെ വിഡ്രോവൽ ഓഫ് സെൻസസ് ആണ്, നമുക്ക് കൺട്രോൾ ആണ് പ്രത്യാഹാര. ധാരണ എന്ന് പറയുമ്പോൾ അവിടെ കോൺസെൻട്രേഷൻ ആണ്. ധ്യാന എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ. സമാധി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മളൊരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിലേക്ക്, ആ ഒരു അൾട്ടിമേറ്റ് എനർജിയിലേക്ക് നമ്മളുടെ എനർജിയും തമ്മിലൊരു
ബോണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ എത്തുക എന്ന രീതിയിലാണ് ഒരു 8 ഫോൾഡ് പാത്ത് പറയുന്നത്. അപ്പം ഇതിലൂടെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തേ പറയുന്ന കാര്യങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു യോഗി എന്ന് ഉദ്ദേശിച്ചത് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആള്. അപ്പോ യോഗ പഠിക്കാൻ വരുന്ന ആൾക്കാരോട് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. യോഗ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ. അപ്പം ഈ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ പറയുന്ന പോലുള്ളൊരു സമാധാനം, ഇപ്പം സാറും മാഡമൊക്കെ പറഞ്ഞ പോലെ സമാധാനം, അതെങ്ങനെ നമ്മൾക്ക് കിട്ടും? ഈ പറയുന്ന കുറച്ച് റൂൾസിലൂടെ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റും. എന്ന് വെച്ചാല് ഈ ഒരു സെൽഫിഷ്നെസ് മാറ്റുക, പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക, കൺട്രോൾ, നമുക്ക് എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്യുക. ഇതിലൂടെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പലതരം സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയാണ്. ഫിസിക്കൽ സ്ട്രെസ് മാത്രമല്ല, മെന്റലിയും പല ബുദ്ധിമുട്ടുകളിലൂടെ പേഷ്യൻസ് ആയാലും. അപ്പം നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നതിന്റെ കുറച്ച് പറഞ്ഞു വരുമ്പോൾ എന്തായാലും അവർക്ക് അവിടെ ഒരു സ്ട്രെസ്സിലൂടെ അവർ കടന്നു പോകുന്നവരാണ് മോസ്റ്റ്ലി. അപ്പോ അങ്ങനെ ഒരു സ്ട്രെസ് അവർക്ക് ഉണ്ടെന്നോ ഇല്ലെങ്കിൽ അത് കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ ഒന്നും കുറെ പേർക്ക് അറിയില്ല. എന്ന് വെച്ചാല് സംസാരിക്കാൻ, തുറന്നു പറയാൻ ആരുമില്ല, ഇല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങള്, സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പേഷ്യൻസിനെ കാണുമ്പോൾ അറിയുന്നുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. നമ്മളിപ്പം പലതരം സാഹചര്യങ്ങളാണല്ലോ ഓരോരുത്തർക്കും. പലതരം ഫോബിയാസ് ഉണ്ടാകും, പലതരം മെന്റൽ സ്ട്രെസ്, ഡിപ്രഷൻ, അങ്ങനെ പല അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഒരു പ്രാക്ടീസിലൂടെ എന്താ പറ്റുന്നത്, ആ ഒരു സാഹചര്യത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്യുക. കാരണം നമ്മുടെ സിറ്റുവേഷൻസ് മാറ്റാൻ പറ്റുമോന്ന് അറിയില്ല. ബട്ട് നമ്മളുടെ മൈൻഡിനെ നമുക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺട്രോൾ, ആ ഒരു പോസിറ്റീവ്നെസ്. ഇപ്പോൾ അതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഫിസിക്കലിയും നമ്മൾ നമ്മുടെ ബോഡിയെ ക്ലെൻസ് ചെയ്യുന്ന പോലെ മെന്റലി നമ്മൾ ക്ലെൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് ഈ പറഞ്ഞ എറയിൽ പലതരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു, ജോലിയിലായാലും അല്ലാതെയും. അപ്പോ ഈ ഒരു ആസനാസും ഇല്ലെങ്കിൽ എക്സസൈസിലൂടെയും നമ്മുടെ ആ ഒരു ഫിസിക്കൽ മെന്റൽ ടെൻഷൻ ഒരു 1/2 hour ചെലവിട്ടാൽ നമുക്കത് അത്രയും എഫക്റ്റ് നമുക്ക് ബോഡിയിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാല് നമുക്ക് യോഗ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ് റിയാലിറ്റി എന്നാണ്. എന്താണ് റിയൽ? അതാണ് നമ്മൾ അറിയുന്നത്. റിയൽ ആയിട്ട് എന്താണുള്ളത്, എന്താണ് നെസസറി, നമുക്കിപ്പോൾ ആവശ്യം എന്താണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ലൈഫിൽ എങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പം ഇതിനെല്ലാത്തിനും നമുക്ക് വേണ്ടത് എന്താ പറയുക, നോളജ്, മീൻസ് ഒരു പ്രാക്ടിക്കൽ നോളജ്. അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് യോഗ, ഞാൻ കൂടുതലും എൻ്റെ ഒരു പേഴ്സണലി കുറേ ബുക്സ് വായിച്ചിട്ടുണ്ടായിരിക്കും, തിയററ്റിക്കലി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിലും എക്സ്പീരിയൻസിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് യോഗ. അതൊരു മാജിക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോ പഠിക്കുന്ന ടൈമിൽ യോഗ എന്താണെന്നോ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് നാച്ചുറോപ്പതി BNYS കോഴ്സ് എടുത്തത്. അപ്പോൾ ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച രീതി, അത് എന്തിനായിരുന്നു അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചതെന്ന് ഇപ്പോഴാണ് അറിയാവുന്നത്. പ്രാക്ടീസിൽ ഇറങ്ങിയതിന് ശേഷമാണ് അറിയാവുന്നത്. എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പത്മാസന ഒരു ആസനയിലേക്ക് എത്തണമെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം. അപ്പം ഫിസിക്കലിയും മെന്റലിയും നമ്മളെ എന്താ പറഞ്ഞ, നമ്മുടെ ആ ഒരു കരുത്ത് കൂട്ടുക എന്ന് വേണമെങ്കിൽ പറയാം. പലതരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ എന്നുവെച്ചാൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന, പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് പറയുവാണ് ഞാൻ. ഹോസ്റ്റലിൽ പഠിക്കുന്ന ആ ഒരു സമയം
അപ്പൊ ആ ഒരു ഏജ് അപ്പൊ നമ്മള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പം എന്തുകൊണ്ട് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോയി എന്നുള്ളത് എന്റെ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴാണ്. എന്നുവെച്ചാൽ ഓരോ ആസനാസ് അറ്റൈൻ ചെയ്യണം. അതിന്റെ ആ ഒരു ഫൈനൽ ലെവലിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഈ ഇതിലൂടെ കടന്നു പോയാലേ ഓരോ പേഷ്യൻസും നമ്മുടെ മുന്നിൽ വരുന്ന ആളുടെ അവസ്ഥയും മനസ്സിലാക്കി നമുക്ക് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യോഗ വളരെയധികം പേഴ്സണലി എനിക്ക് ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിന് കുറെ ചേഞ്ചസ് ഉണ്ടായി. എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങളും നമ്മൾ കാണുന്ന എന്നുവെച്ചാൽ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം എന്നത് വളരെയധികം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഫിസിക്കലി വളരെയധികം ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ യോഗ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വൈറ്റാലിറ്റി കൂടിയെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അസുഖങ്ങൾ വരാറുണ്ടായിരുന്നില്ല. കോളേജിൽ ഉണ്ടായിരുന്ന അത്രയും നാള് സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ നാച്ചുറോപ്പതി ഫീൽഡിലായതുകൊണ്ട് തന്നെ നമ്മള് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള യോഗ മാത്രമല്ല ഈ പറയുന്ന പോലെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ ആ ലൈഫ് സ്റ്റൈലിലൂടെ കടന്നു പോകണം. എന്നാലേ നമുക്ക് വരുന്ന പേഷ്യന്റിനെ പഠിപ്പിക്കാൻ പറ്റൂ. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഞങ്ങളുടെ സാറ് പറഞ്ഞിരുന്നത് ഇങ്ങനെ, നിങ്ങൾ ടീച്ചറാണ്, നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു നാച്ചുറോപ്പതി ഫിസിഷ്യന് ഉദ്ദേശിക്കുന്ന തന്നെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മുന്നോട്ട് നന്നായി കൊണ്ടുപോകാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പഠിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കേണ്ടത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ കിടക്കണം, ഇതെല്ലാം അപ്പം ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഹയർ പ്രാക്ടീസുകൾ അത് ഈ പറയുന്ന ക്രിയാസ് പോലുള്ള ഹയർ പ്രാക്ടീസസ് ഒന്നും പേഷ്യൻസ് ലെവലിൽ ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ജനറൽ യോഗയിൽ കൊടുക്കുന്ന കാര്യങ്ങളല്ല. എന്നിരുന്നാലും അതിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഉണ്ടായ നമുക്ക് അത്രയും സാഹചര്യങ്ങളിലൂടെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതത്തിന് ലൈഫിന് വേണ്ടിയിട്ട് എടുത്തൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് യോഗ. അപ്പം ഇപ്പോഴത്തെ ഇപ്പോ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ കണ്ടുവരുന്ന ആൾക്കാരിൽ യോഗ കൊടുക്കുമ്പോൾ കുറെ പേർക്ക് അറിയില്ല. കുറച്ച് നമ്മള് അവരെ യോഗയുടെ ഇമ്പോർട്ടൻസ് അറിയിച്ച് ഒരു ഗ്രൂപ്പിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ആൾക്കാരല്ല, അപ്പൊ അവർക്ക് യോഗയുടെ ഇമ്പോർട്ടൻസ് ഒന്നും അങ്ങനെ കൂടുതൽ അറിയില്ല. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഒരു 10 പേരിൽ നമ്മൾ തുടങ്ങിയപ്പോ മോസ്റ്റ്ലി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ആൾക്കാർ പറയുന്നൊരു എന്ന് വെച്ചാൽ ഡെയിലി ചെയ്യും, നിർബന്ധമായിട്ടും അവര് യോഗ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞതിന് ശേഷം ഡെയിലി അവർ യോഗ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ അവർ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സ്റ്റാർട്ടിങ്ങിലെ വന്ന് പറയും എനിക്ക് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമുക്ക് വരുന്ന പേഷ്യൻസ് പറയുന്നത്, ഇതൊന്നും ടൈം ഇല്ല, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങള്. അപ്പൊ യോഗ പ്രാക്ടീസ് കഴിഞ്ഞ് പോകുന്നവര് പറയുന്നതാണ് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നാണ് അവര് തന്നെ ചോദിക്കുന്നത്. എനിക്കിപ്പോ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഡോക്ടറെ, എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാ പ്രായമായവരും എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഉന്മേഷമുണ്ട്. ഞങ്ങളെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. യോഗ ഡാൻസ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ വീടുകളിൽ ഇപ്പം വീട്ടു ജോലിയും കഴിഞ്ഞ് അപ്പം അവർക്ക് തന്നെ ഒരു നമ്മളെ കൊണ്ടൊക്കെ എന്തെങ്കിലും പറ്റുമോ എന്നൊരു രീതിയാണ് അവർക്ക്. അപ്പോ അവര് പറയുന്നതാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെ വളരെ ഒരു സന്തോഷം അവർക്ക് എന്ന് വെച്ചാൽ അവരുടെ മനസ്സിനും ഉണ്ടായ ഒരു സന്തോഷമാണ്. അതിലൂടെ അവര് മാക്സിമം എല്ലാവരെയും കൊണ്ടുവരുന്നു, വീട്ടിൽ എല്ലാവരെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. 1 മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി ചെലവാക്കുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ട്, ഇല്ല എല്ലാവരും അവനവന് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. അപ്പം ഇപ്പോ അതാണ് മെയിൻ ആയിട്ടൊരു പ്രശ്നം. അപ്പൊ യോഗ പ്രാക്ടീസിലൂടെ ഇല്ലെങ്കിൽ അവരുടേതായ ടൈം കണ്ടെത്തുന്നുണ്ട്.
എനിക്ക് ചെയ്യണം, എൻ്റെ ആരോഗ്യം നോക്കണം. അപ്പോ അങ്ങനൊരു ഗ്രൂപ്പിനെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റി. ഈ ഒരു അസുഖം, ഈ ഒരു നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ കൂടുതലും ആൾക്കാർക്ക് ഉണ്ടാവുന്ന പെയിൻ, അതാണ് വരുന്ന ആൾക്കാർ കൂടുതലും. വേദനകളാണ് എല്ലാവർക്കും. മുട്ടുവേദന, നടുവേദന, ഈ പെയിൻ ആയിട്ടാണ് വരുന്ന ആൾക്കാർ കൂടുതലും. അതല്ലാതെ വെയിറ്റ് റിഡക്ഷൻ ഉണ്ട്. പിന്നെ ഹോർമോണൽ ഇഷ്യൂസ് ആയിട്ട് കുറെ പേഷ്യൻസ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്ഡ് ആയിട്ടുള്ളവര്, ഈ പറഞ്ഞ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കാണ്, ഇല്ലെങ്കിൽ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ ഈ ഗ്രൂപ്പിൽ വന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്കൊരു 1 hour ആണെങ്കിലും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് സമയമെങ്കിലും ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. ഇതൊക്കെ അവരുടെ ഒരു ഫീഡ്ബാക്ക് ആണ്. ഒരു ചെറിയ ആസനം അല്ലെങ്കിൽ ചെറിയൊരു എക്സസൈസ് ചെയ്യുമ്പോൾ അവര് നമുക്ക് അതിന്റെ ഒരു ഫൈനൽ പൊസിഷനിലേക്ക് അറ്റൈൻ ചെയ്യാൻ മാക്സിമം അവർ ട്രൈ ചെയ്യും. അപ്പോ നമുക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓക്കെ, ഇതാണ് എന്റെ ബുദ്ധിമുട്ട്, ഇതാണ്, അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കി അവരതിലേക്ക് എത്താൻ നോക്കും. അപ്പോ പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ല റിസൾട്ട് വരുന്ന കാര്യമാണ്. ഈ പറയുന്ന പോലെ OA പേഷ്യൻസ് കൂടുതലും വന്ന പേഷ്യൻസിനൊക്കെ നല്ല എഫക്റ്റ് നമുക്ക് മെഡിസിന്റെ കൂടെ, ഹോമിയോ മെഡിസിന്റെ കൂടെ തന്നെ യോഗയും കൂടെ കൊടുത്തപ്പോൾ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ PCOD കേസസ് വളരെ എഫക്റ്റീവായിട്ട് ഇപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. PCOD കേസസിൽ അവര് ഇതിലൂടെ ഡയറ്റും കൊണ്ടുപോകുന്നുണ്ട്. ഡയറ്റും പ്രിസ്ക്രൈബ് ചെയ്ത് ആ കൃത്യമായ ഡയറ്റിലൂടെ, മെഡിസിനിലൂടെയും പ്രാക്ടീസിലൂടെയും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറി ഈ സൈക്കിൾ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായ പേഷ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം വളരെയധികം ഒരു എഫക്റ്റ്, യോഗയ്ക്ക് ഇത്രയും നല്ലൊരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റി എന്നതാണ്. അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടായ ഒരു പേഷ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഒരു 65+ ഏജ് ഉള്ളൊരു മെയിൽ പേഷ്യന്റ് ആയിരുന്നു. അപ്പോൾ ആ പേഷ്യന്റ് ഒരാളുടെ കൂടെ 2 പേരുടെ സഹായത്തോടെയാണ് വന്ന് യോഗയ്ക്ക് വന്നത്. സിമ്പിളായിട്ട് പുള്ളിക്ക് അവിടെ ഒരാളുടെ ഹെൽപ്പ് വേണം. അപ്പോ ചെറിയ സിമ്പിൾ എക്സസൈസുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ എക്സസൈസുകൾ കൊടുത്ത് വളരെ വലിയൊരു ചേഞ്ച് ആണ്. പിന്നീട് തന്നെത്താൻ ആ പേഷ്യന്റ് വന്ന് ഞാനിപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്, മെഡിസിന്റെ കൂടെ തന്നെ എനിക്ക് ആ പേഷ്യന്റ് ഇപ്പൊ തന്നെത്താൻ ഡിസ്പെൻസറിയിൽ വരുന്നുണ്ട്. അപ്പോ വലിയൊരു ചേഞ്ച് ഞാൻ പോലും അത്ര എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ആ പേഷ്യന്റിന്റെ ആ ഒരു പ്രാക്ടീസ് കൂടിയാണ്. എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ കുറവുണ്ട്, എനിക്ക് ഇനിയും പഠിക്കണം. അതാണ് ആ പേഷ്യന്റ് പറഞ്ഞൊരു കാര്യം. കുറെ കാര്യങ്ങൾ പഠിക്കണം, അങ്ങനെ. അപ്പോ യോഗ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വളരെ നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഡയബറ്റീസ് ആയാലും യോഗ ക്ലബിലെ എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്കിൽ അറിയുന്നത് കൊളസ്ട്രോൾ ലെവൽസ് നല്ല രീതിയിൽ കൺട്രോളായി നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ സ്ട്രെസ് കുറയുന്നുണ്ട്. അതിലൂടെ തന്നെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു ഉറക്കമില്ലായ്മ. അപ്പം അതിന്റെ കാരണം സത്യം പറഞ്ഞാൽ അവർക്കും അറിയില്ല. അപ്പോ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ ചിലവർ സ്ട്രെസ്ഡ് ആയിരിക്കാം, അതല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത് സംസാരിച്ച് അവർക്ക് ചെയ്യേണ്ട രീതികൾ പറഞ്ഞു കൊടുത്തു. അവര് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡയറ്റും കാര്യങ്ങളും പറഞ്ഞ് അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് യോഗയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ വളരെ ചേഞ്ചസ്, അതിലും നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ടൈം കുറെ ആയോ? 10 ആണോ? 10. ഓക്കെ. അല്ലെ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഏതെങ്കിലും 2-3 ഡിസീസ്, അല്ലെങ്കിൽ ഇപ്പൊ ഡയബറ്റിസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്ട്രെസ്, ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയ 2-3 യോഗ
ക്രിയകളൊന്ന് പറയാമോ? എന്താ ചെയ്യേണ്ടത്? ടെക്നിക്സ്. ആദ്യം തന്നെ നമ്മൾ ജനറലി ആദ്യം ലൂസനിങ് എക്സസൈസുകളാണ് കൊടുക്കുന്നത് പേഷ്യൻസ്. ലൂസനിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജോയിന്റ് മൂവ്മെന്റ്സ് ആണ്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ജോയിന്റിനൊക്കെ ഒരു റിലാക്സേഷനും കാര്യങ്ങളും അതിലൂടെ തന്നെ കിട്ടും. പിന്നെ അതിനുശേഷം നമ്മൾ ജോയിന്റ് മൂവ്മെന്റ്സ് കഴിഞ്ഞിട്ട് സൂര്യ നമസ്കാരം 12 സ്റ്റെപ്പാണ് സൂര്യ നമസ്കാരമുള്ളത്. സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കും. പിന്നെ നമുക്ക് ജനറൽ യോഗയായിട്ട് ആൾക്കാർ വരുമ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ആ ഒരു മീൻസ് അവർക്ക് കുറച്ചുകൂടെ ചെയ്യിപ്പിക്കാൻ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ മൂവ്മെന്റ്സ്. അതുപോലെ സൂര്യ നമസ്കാരയിൽ 12 ആസനാസ് ആണ് സൂര്യ നമസ്കാരയിൽ വരുന്നത്. അത് കഴിഞ്ഞ് സിമ്പിൾ ആസനാസ് ആണ് സുഖാസന, അതുപോലെ തന്നെ പശ്ചിമോത്താനാസന. അതെല്ലാം ഫൈനൽ എന്ന് വെച്ചാൽ അവരുടെ എക്സ്റ്റെന്റ് ആ ഒരാൾക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും, അവർക്ക് ബുദ്ധിമുട്ടില്ലെന്ന്. ആസന എപ്പോഴും നമ്മൾ അതിന്റെ ഒരു ഇത് പറയുന്നത് സ്ഥിരം സുഖം ആസന എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റണം. അതാണ് ആസന. ഓരോ ആസനയും നമ്മുടെ പോസ്ചർ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ആസനാസ് ആണ് ഇതെല്ലാം. അർദ്ധ പത്മാസന, ഹാഫ് പത്മാസന. പത്മാസന എന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ട് വരും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രാക്ടീസിലൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാൻഡിങ്ങിൽ തന്നെ താടാസന, കോൺസെൻട്രേഷൻ ബാലൻസിങ് ആസനയാണ്. താടാസനയുണ്ട്, ബാക്ക്വേർഡ്. താടാസനയിൽ തന്നെ 2-3 വേരിയേഷൻസ് വരുന്നുണ്ട്. സിമ്പിൾ ആണ് ആസന, പക്ഷെ അതില് നമ്മുടെ സ്ട്രെച്ചിങ് ആണ് മെയിനായിട്ടും. സ്ട്രെച്ചിങ് ആണ് വരുന്നത്. വേരിക്കോസ് വെയിൻസിന് ബുദ്ധിമുട്ട്, ആ പെയിൻ, അതിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആസനാസ് ആണ്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ്, ഈ പാദഹസ്താസന, ബാക്ക്വേർഡ് ബെൻഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർവേഡ് ബെൻഡിങ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നിട്ട് ശവാസന. നമ്മൾ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം കൊടുക്കുന്നതിന്റെ ഇടയിലും നല്ല രീതിയിൽ റിലാക്സേഷൻ കൊടുത്തിട്ടാണ് നമ്മളെല്ലാം ചെയ്യിപ്പിക്കുള്ളൂ. അത് ശവാസനയുണ്ട്. പിന്നെ പവനമുക്താസന, ഹാഫ് പവനമുക്ത എന്ന് വെച്ചാൽ ആദ്യം ഒരു കാല് യൂസ് ചെയ്തിട്ട് പിന്നെ 2 കാലും യൂസ് ചെയ്ത് ചെയ്യുന്ന ആസനയാണ്. പിന്നെ കുറച്ച് ശവാസന. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പൈനൽ ട്വിസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവ് ആണ്. നമ്മുടെ സ്പൈൻ സ്ട്രെച്ചിങ്ങിനും മസിൽ ടോൺ കൂട്ടാനും ബോൺ ഹെൽത്തിനും വളരെ നല്ല എഫക്റ്റീവായിട്ട് പെയിൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും സ്പൈനൽ ഏരിയയിൽ. സ്പൈനൽ ക്രൊക്കഡൈൽ പോസസ് എന്ന് പറയും. അത് കഴിഞ്ഞ് നമുക്ക് ബ്രിഡ്ജ് പോസ്, സേതുബന്ധാസനയുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലോട്ടുള്ള ആസനാസ് ഉണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സേഷൻ പ്രാണായാമാസത്തിലോട്ടാണ് പോകുന്നത്. എന്താ പറയുക, ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. റൈറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്, ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീത്തിങ് കഴിഞ്ഞിട്ട് നമ്മൾ 2 നോസ്ട്രലും മാറി മാറി അൻലോമ വിലോമ എന്ന് പറഞ്ഞ ബ്രീത്തിങ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസുകളാണ്. അതിന് മുന്നേ നമ്മൾ ബ്രീത്തിങ് ചെയ്യിക്കുന്നതിന് മുന്നേ നമ്മൾ പതിയെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും. നാച്ചുറൽ ബ്രീത്തിങ്, ചെസ്റ്റ് ബ്രീത്തിങ്, അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് പറഞ്ഞ കുറെ ടൈപ്സ് ഓഫ് ബ്രീത്തിങ് ഉണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് അവരെ ഹയർ പ്രാക്ടീസസിലേക്ക് കൊണ്ടുപോകുന്നത്. കപാൽഭാതി, അങ്ങനെയൊക്കെ കുറച്ച് ഹയർ പ്രാക്ടീസുകളാണ്. അതൊക്കെ നമ്മൾ അവരെ കൊടുക്കാറുണ്ട്. പിന്നെ സൂര്യ നമസ്കാര ഒരു 60+ ഏജ്ഡ് ആയവർക്ക് ചെയർ സൂര്യ നമസ്കാര ചെയ്യിപ്പിക്കും. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ചെയർ സൂര്യ നമസ്കാരമാണ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ടൈം യോഗ. ഇനി ഈ പറഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും മറ്റു ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിന് സമയം കൊടുത്താലോ? അതെ, കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞാൽ
പറയുമ്പോ കുറെ ഇങ്ങനെ പറഞ്ഞു പോകും. ഞാൻ പറയാൻ തുടങ്ങിയാൽ കുറെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാം. നമുക്ക് മറ്റുള്ളവര് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. അവര് വരുന്ന മുറയ്ക്ക് അവരെ വിളിക്കാം. ഇല്ലെങ്കിൽ ഡോക്ടർക്ക് എന്തെങ്കിലും കൂടി പറയണമെങ്കിൽ പറയാം. ഞാനൊന്ന് എന്തായാലും എല്ലാരെയും ഒന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു ഡിസ്കഷൻ പാർട്ടാണ്. അപ്പൊ നമുക്ക് ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ, കേക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഇപ്പം ഇന്ന് അഖില ലോക യോഗാ ദിനമാണ്. ഇപ്പം ക്ലാസ് എടുത്ത ഡോക്ടർ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ആണെന്നാണ് എനിക്ക് തോന്നിയത്. അത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നു. ശരിയാണ്. അത് എനിക്ക് ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, ഒത്തിരി യോഗയിലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ യോഗയിലെ ചില പ്രത്യേക ഭാഗങ്ങൾ എടുത്ത് ആ ഭാഗം മാത്രം ചെയ്യിക്കുന്ന കുറെ ആചാര്യന്മാരുണ്ട്. അത് ഞാനതിന് ഉദാഹരണം പറയാം. അതായത് ഇപ്പം തന്നെ ബ്രീത്തിങ് കൊണ്ട് ഇപ്പം നമ്മൾ പ്രാണായാമം എനിക്ക് മനസ്സിലാവും എന്താണ് പ്രാണായാമം എന്നും അത് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ബേസിക്കലി ഞാനും ചെയ്യാറുണ്ടെന്ന് വിചാരിച്ചോളൂ പ്രാണായാമം. പക്ഷേ ഈ പ്രാണായാമത്തെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ചില യോഗിക് എക്സർസൈസസ് ഞാൻ കാണാറുണ്ട്. പക്ഷേ അത് എങ്ങനെയാ മാഡത്തിന്റെ അഭിപ്രായത്തിൽ അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞു? ഞാനത് എന്താ ഞാൻ പേര് പറയാത്തതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇതൊരു കോമൺ പ്ലാറ്റ്ഫോം അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പേര് പറയാത്തുള്ളത്. ഞാൻ പറയാതെ തന്നെ മാഡത്തിന് അത് മനസ്സിലാകും. അതായത് ഇപ്പം പ്രാണായാമം എന്ന് വെച്ചാൽ ദറ്റ് ഈസ് എ ഒരു റിതിമിക് എക്സർസൈസ് ആണ്. ഇത് അങ്ങനല്ല. ഇത് വയലന്റ് എക്സർസൈസ് ചെയ്യിച്ചിട്ട് ഉള്ള ചില ഗുരുക്കന്മാരുടെ, ഗുരുക്കന്മാർ അവർക്കാണ്, എനിക്കല്ല, അങ്ങനെയുള്ള ചില പ്രാക്ടീസസ് ഞാൻ കാണാറുണ്ട്. അതിന് മാഡത്തിന്റെ അഭിപ്രായം പറയും. ഓക്കെ സാറ്. അല്ല, ഈ അങ്ങനത്തെ പ്രാണായാമ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഒരു എക്സ്റ്റൻഷൻ ഓഫ് ബ്രീത്തിങ് എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചതും നമ്മൾ പ്രാക്ടീസ് ചെയ്തതും. ഈ പറയുന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് നമ്മള് ഇപ്പൊ പറയുന്ന പോലെ ഈ പലതരം ഈ ആസനാസിനെ തന്നെ പല പേരുകളിൽ വേറെ രീതിയിലൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാണായാമാസും കുറച്ച് ചേഞ്ചസ് വരുത്തി ഉണ്ടാകാം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എന്നെ പഠിപ്പിച്ചതും നമ്മൾ പ്രാക്ടീസ് ചെയ്തതും ഈ ഒരു രീതിയിലാണ്. ഇനിയിപ്പം അതിനുശേഷം ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ബട്ട് നമ്മൾ പഠിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. പ്രാണായാമം തന്നെ എക്സ്റ്റൻഷൻ ഓഫ് ബ്രീത്തിങ് ആണ്. അപ്പൊ വളരെ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പ്രാണായാമാസം ഉണ്ട്. അപ്പൊ അതില് എന്താ പറയാ, ഓരോരുത്തരുടെ ആ ഒരു ഒരാളെ എടുത്താൽ തന്നെ ആളുടെ ഒരു ബോഡി കണ്ടീഷൻസും ഒരു വൈറ്റൽസും ഏകദേശമൊക്കെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്തിട്ടാണ് പ്രാണായാമാസ് കൊടുക്കുന്നത് തന്നെ. അപ്പോ വളരെ പതിയെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് തന്നെ. എന്നുവെച്ചാൽ ബ്രത്ത് എടുക്കുന്ന ഒരു ശബ്ദം പോലും കേൾക്കാതെ വളരെ പതിയെ എന്ന രീതിയിലാണ് മോസ്റ്റ്ലി പ്രാണായാമാസ് പോകുന്നത്. കപാൽഭാതി എന്ന് പറയുമ്പോഴാണ് കുറച്ചൊരു എന്താ പറയാ, കുറച്ച് സ്പീഡായിട്ട് വരുന്നത് തന്നെ. പക്ഷേ അതൊരു സ്ട്രെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ടാണ് അടുത്ത സ്ട്രോക്സ് നമ്മൾ എടുക്കുള്ളൂ. കുറച്ച് ഹയർ പ്രാക്ടീസ് ആണ് കപാൽഭാതി എന്ന് പറയുന്നത്. അത് മോസ്റ്റ്ലി പേഷ്യൻസ് കൊടുക്കാറില്ല. എന്നിരുന്നാലും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യിപ്പിക്കും. അതും ഈ പറയുന്ന പോലെ അവരുടെ കണ്ടീഷൻസ് നോക്കിയിട്ട്. പിന്നെ ഈ പറയുന്ന പോലെ പ്രാണായാമാസം നല്ല ഡയറക്റ്റ്ലി നമുക്ക് എഫക്റ്റ് വളരെയധികം ഉള്ളതായതുകൊണ്ട് തന്നെ വളരെ കെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്താ പറയാ, ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ അത്ര ശ്രദ്ധിച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ്.
അപ്പൊ ഈ പറയുന്ന ഒരു വയലന്റ് പ്രാക്ടീസിനെ കുറിച്ച് എനിക്കറിയില്ല. അതാണ് അത് ഞാൻ അത് ഞാന് പേരെടുത്ത് പറയുന്നില്ല. എന്റെ എന്റെ വൈഫ് അതിന് പോയിരുന്നു. അതായത് ഉം. ഞാൻ അദ്ദേഹത്തിന്റെ അവരുടെ ആ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, എന്റെ വൈഫ്, ഞാനത് വേണമെങ്കിൽ ചോദിച്ചു അല്ല, പറയാം. ഒരു എന്നുവെച്ചാ കാര്യം പറഞ്ഞോട്ടെ. ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോ ഒരു എന്താ പറയാ, ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് അങ്ങനെയൊക്കെ കുറച്ച് ചെയ്യിപ്പിക്കുമ്പോ നമ്മൾ അങ്ങനെ എന്താ പറയുന്നത്, ബോഡി ടൈറ്റൻ ചെയ്ത് റിലീസ് ചെയ്യും. അപ്പോഴും നമ്മൾ അങ്ങനെ ആവുമ്പോഴും അത്ര വയലന്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ വരത്തില്ല. അപ്പൊ എനിക്ക് മോസ്റ്റ്ലി നമ്മൾ അങ്ങനെയൊക്കെ പക്ഷേ ചെയ്യിപ്പിക്കാറുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യിക്കുന്ന, ഞാനത് പേര് പറയുന്നില്ല മാഡം, കാര്യം അത് വളരെ ഓ, ചിലപ്പോ അത് വേണ്ട. അത് 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 വേണ്ട, ഞാൻ കുഴപ്പമില്ല. പറയുന്നില്ല. പക്ഷേ കാര്യം ആരെയോ ഇങ്ങനെ ബ്രീത്തിങ് വന്നിട്ട് വളരെ വളരെ ഉം. ശക്തമായിട്ട് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുക, എടുക്കുക, എക്സ്പ്രഷനും ഇങ്ങനെ വയലന്റ് ആയിട്ട് ചെയ്യിച്ച് പിന്നെ അവസാനം പിന്നെ അത് വേറെ ഒരു രീതിയിൽ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം ഞാൻ ആ നേരിട്ട് ചോദിച്ചായിരുന്നു. ആ എടുത്ത ഓ, ടീച്ചറിന്റെ ഒക്കെ ചോദിച്ചപ്പം അവര് പറയുന്നത് അവരുടെ ഗുരു അങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് അൺസയന്റിഫിക്. ആ, പ്രാണായാമം എന്ന് പറയുന്ന പതഞ്ജലിയുടെ പതഞ്ജലിയുടെ യോഗയിലുള്ള പ്രാണായാമമാണ് എനിക്ക് തോന്നിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രാണായാമം ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. മറ്റതൊക്കെ ഒരുമാതിരി ബിസിനസ് ആയിട്ട് മാറിയിരിക്കുന്നു ഇപ്പൊ യോഗ. ഇത് പറയാനാണ് ഞാൻ അത് എന്റെ ഓ, അത് എനിക്ക് തോന്നുന്നില്ല അത് ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതെ, പലതും ഒരു ബിസിനസ് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും. അതെ, അതെ, അതെ. ഓക്കെ, ഹരിഹരൻ സാറേ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും യോഗയെ കുറിച്ച് ഡോക്ടർ സാന്ദ്രയോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്റെ ഒരു സംശയം എനിക്ക് എന്റെ ഒരു സംശയം ഒന്നിലല്ല, ഒരുപാട് സംശയമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ ഈ സ്ട്രെസ് കുറയ്ക്കാൻ നമുക്കൊരു അത് ഒരു 3-4 അല്ലെങ്കിൽ കുറെ യോഗകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ചെയ്യേണ്ടത് അല്ലേ? റിലാക്സേഷൻ ടെക്നിക്ക് ഉൾപ്പെടെ. റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. ക്യുക്ക് റിലാക്സേഷൻ ഉണ്ട്, ഡീപ്പ് റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെ റിലാക്സേഷൻ ടെക്നിക്ക് അങ്ങനെ പ്രത്യേകം വരുന്നുണ്ട്. പക്ഷെ അതൊരു ട്രെയിനറുടെ അസിസ്റ്റൻസിൽ ചെയ്യാനാണ് കുറച്ചുകൂടെ നല്ലത്. അതല്ലാതെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ എക്സസൈസുകള്, ഈ റിലാക്സേഷൻ, അതല്ലാതെ ബ്രീത്തിങ് ടെക്നിക്സ്, ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഫിസിക്കലിയും മെന്റലിയും ഈ സ്ട്രെസ് കുറയാനും. നിങ്ങൾ ഇന്നാണെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തോ പെട്ടെന്നേ നമുക്ക് എന്തെങ്കിലും ഇന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ. നമുക്ക് സ്ട്രെസ് നമുക്ക് പെട്ടെന്ന് ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്, ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന ബ്രീത്തിങ് ടെക്നിക്സ് പെട്ടെന്ന് ചെയ്യാം. ഓം മെഡിറ്റേഷൻ, ഓം ചാൻറ്റിങ് വളരെ എഫക്റ്റീവ് ആണ്. അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമ്മളൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് കസേരയിലോ എങ്ങനെയോ നമ്മൾ മാക്സിമം സ്പൈൻ ഇറക്റ്റ് ആയിട്ട് ഇരുന്ന് ഓം ചാൻഡിങ് എന്ന് പറയാൻ നമ്മൾ ഓം ചാൻഡിങ് തന്നെ നിർബന്ധമായിട്ട് വേണം എന്നല്ല. ഓം എന്ന് പറയുന്നത് തന്നെ ഒരു 3 വാക്കുകളുടെ ആകാര, ഉകാര, മകാര, AUM, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓം. അപ്പോ വളരെ എഫക്റ്റീവ് ആണ്. അതല്ല എങ്കിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ബിന്ദു, ഈ ഒരു പാർട്ടിൽ ഒരു പോയിന്റ് ആണ്, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊന്ന് മെഡിറ്റേഷൻ കോൺസെൻട്രേഷൻ ആണ്, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അതല്ലെങ്കിൽ ഓം സമയം അങ്ങനെയില്ല. ഇപ്പോ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് നേരം, കാരണം നമുക്കത് പെട്ടെന്ന് കുറച്ച് ടൈമിൽ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ
പറ്റത്തില്ല. നമ്മള് നമ്മള് ഡിസ്ട്രാക്ട് ആയി നമ്മൾ അങ്ങോട്ടൊക്കെ പോകും. 2-3 വട്ടം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ ആ ഒരു ട്രാക്കിലെത്തുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം നമ്മൾ പോലും അറിയില്ല. നമ്മള് അറിയാതെ നമ്മള് ആ ഒരു ആ ഒരു ആ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റും. പ്രാക്ടീസിലൂടെ അത് പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ബ്രെത്തിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആണ്. അത് ഈ പറയുന്ന പോലെ റൈറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്, ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീത്തിങ് ചെയ്തു നോക്കുക. അതല്ല എങ്കിൽ അതും ചെയ്യണ്ട. പതിയെ ഡീപ്പായിട്ടുള്ള ഇൻഹലേഷൻ, അതേപോലെ എക്സേൽ ചെയ്യുക. സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പറ്റും. പിന്നെ നമുക്ക് അവർക്ക് നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താലേ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവും. അപ്പം ഇത്രയും ഒരാൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പെട്ടെന്നൊരു സ്ട്രെസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇരിക്കുന്നു. മാഡം ഇത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാല് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതില് എന്താ പറയണ്ട, ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് അതിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ കീഴിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാല് ഇപ്പൊ മാഡം പറയുന്ന കണക്ക്, മാഡത്തിനെ ഞാൻ ഇത് ചെയ്യല്ല ചെയ്യുന്നത്, മാഡം പറയുന്ന കേട്ടിട്ടാ ഞാൻ പറഞ്ഞ ഈ ഭൂമധ്യരേഖയിലെ ഇവിടെ പോയിന്റിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും അത്ര പെട്ടെന്ന് നടക്കത്തുമില്ല. അത് ശരിയല്ല എന്നാ എനിക്കത്. പിന്നെ അല്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മുടെ ചിന്തകള് അങ്ങോട്ട് പോകാതെ നമുക്ക് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുവാണ് ചെയ്യുന്നത്. അതിനകത്തോട്ട് എത്താൻ വളരെ ടൈം എടുക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് എന്താന്ന് വെച്ചാൽ അത്രയും സമയമെങ്കിലും ആള് മറ്റുള്ള കാര്യങ്ങളിലോ ചിന്തിക്കാതെ കുറച്ച് അവരവന്റെ കോൺഷ്യസ്നസ് ഇൻക്രീസ് ചെയ്യും. അതാണ് നമുക്കുണ്ടാവുന്ന ചേഞ്ച്. ചിലപ്പം ആ പ്രാക്ടീസ് ഫൈനൽ ഇതിലെത്തിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും ഒരു ഡീമെറിറ്റ് സംഭവിക്കുന്നുമില്ല. അപ്പം ഞാനത് പറഞ്ഞപ്പം മാഡം അങ്ങനെ ഒരെണ്ണം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് നമ്മൾ ബ്രീത്തിങ്, ഡീപ്പ് ബ്രീത്ത് എടുത്ത് സ്ലോലി വിടുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് വരാനില്ലല്ലോ. സ്ട്രെസ് ഉള്ള ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെയും, അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഈ മെഡിറ്റേഷൻ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ചില ബുദ്ധിസ്റ്റ് അങ്ങനെയുള്ള സ്ഥലത്ത്, എവിടെ കന്യാകുമാരിയിലെ എവിടെ ഒരു സ്ഥലത്ത്, ആ ഒരു സ്ഥലത്ത് എവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഈ മെഡിറ്റേഷൻ ചെയ്യാന്ന് പറയുമല്ലോ. അതല്ലേ ഇപ്പൊ ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞ മറ്റേ? അതെ. നമ്മൾ ഞാൻ പറഞ്ഞ അതിലേക്ക് അറ്റൈൻ ചെയ്ത് എത്തുന്നെന്ന് പറയുന്നത് വളരെ കുറച്ച് ബുദ്ധിമുട്ടെന്നല്ല, പ്രാക്ടീസ് വേണം. അതിൽ എത്തിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും അറിയില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എത്തുന്നത്. പിന്നെ ഞാൻ എന്നുവെച്ചാൽ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജിയെ ഇൻക്രീസ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ മറ്റുള്ളവർക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നു എന്നൊരു തിങ്കിങ്ങും കൂടെ അതിന്റെ ഇടയിൽ ആൾക്ക് വരണം. ചുറ്റുമുള്ള നെഗറ്റീവിനെ കളഞ്ഞ് പോസിറ്റീവ് എനർജിയെ ഉള്ളിലേക്ക് എടുക്കുന്നു. അതാണ് ഈ പോയിന്റിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു എനർജി അവിടെ ഇരിക്കുന്നു. നമ്മുടെ പോസിറ്റീവ് എനർജി അവിടെയാണ്. അവിടുന്ന് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കും. എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് നമ്മൾ ആദ്യമൊക്കെ അവരെ പഠിപ്പിക്കുന്നത്, ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതിലൂടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. ചെയ്ത് നോക്കുമ്പോൾ അതറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രശ്നമല്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിക്കുക. അതെ. അതാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ പെട്ടെന്ന് തന്നെ നമ്മളെ സമയം അവസാനിച്ചു. സമയം പോയത് അറിഞ്ഞില്ല. വളരെ നല്ലൊരു സെഷനായിരുന്നു. നല്ലൊരു മുഖ്യ പ്രഭാഷണം തന്നെ ആയിരുന്നു. എന്തായാലും നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ ഈ പ്രത്യേക പ്രോഗ്രാമിനുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മറിയാമ്മ ജോൺ, നമ്മുടെ റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടി ആയിരുന്നു,
ഡോക്ടർ മറിയാമ്മ ജോണിനെ ആദരപൂർവ്വം ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി ഇന്ന് നടത്തിയ അന്താരാഷ്ട്ര യോഗ ദിന പ്രത്യേക പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും മനസ്സും ശരീരവും പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും അതുപോലെ മനസ്സമാധാനമുണ്ടെങ്കിൽ അസുഖങ്ങളൊന്നും വരികയില്ലെന്നും യോഗ പോലുള്ള പ്രക്രിയകളിൽ കൂടി രോഗത്തെ പ്രതിരോധിക്കുന്നതാണ് ആവശ്യമെന്നും അറിയിച്ച തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സജിത് സാറിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിൽ യോഗയുടെ പങ്ക് എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും യോഗയിലൂടെ ശാരീരികമായും മാനസികമായും വൈകാരികമായും ആത്മീയമായും ബാലൻസിങ് കിട്ടുന്നുവെന്നും ഒരു നല്ല ഉന്മേഷം ലഭിക്കുന്നുവെന്നും സാഹചര്യം മാറ്റാൻ പറ്റിയില്ലെങ്കിലും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നും വിശദീകരിച്ച ചടയമംഗലം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ യോഗ ഇൻസ്ട്രക്ടർ നാച്ചുറോപ്പതി ഡോക്ടറും കൂടിയായ സാന്ദ്ര നായർ ഡോക്ടർക്ക് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച IFPH ജോയിന്റ് സെക്രട്ടറിയും യോഗ ഇൻസ്ട്രക്ടറും കൂടിയായ ശ്രീമതി ജിതി മനോജിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ മോഡറേറ്ററായ ശൈല ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഹരിഹരൻ സാറിനും നന്ദി അറിയിക്കുന്നു. 1755 ദിവസമായി വിജയകരമായി നടത്തിവരുന്ന IFPHന്റെ പ്രതിദിന സൂം വെബിനാറിന്റെയും പ്രത്യേക പരിപാടിയുടെയും പിന്നണി പ്രവർത്തകരായ എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിന പ്രത്യേക പരിപാടി വിജയമാക്കാൻ സഹകരിച്ച് ഇന്ന് ഈ പ്രത്യേക ചടങ്ങിൽ ഇന്നത്തെ പ്രത്യേക ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും 1000 നന്ദി അറിയിക്കട്ടെ. എല്ലാറ്റിലും ഉപരിയായി ഈശ്വരന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, മറിയമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കാൻ സമയമായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും മലയാളം സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.